ഹലോ, ഇത് നമ്മൾ ബേബി റബ്ബർ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റബ്ബർ പ്ലാന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ ഈ ബേബി റബ്ബർ പ്ലാന്റ് എല്ലാവർക്കും ഫെമിലിയർ ആണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ ബേബി റബ്ബർ പ്ലാന്റിൻ്റെ കെയർ, പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് ഏതാണെന്നൊക്കെയുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം ഏതാണ് പ്ലാന്റ് എന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ബേബി റബ്ബർ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, പെപ്രോമിയ ഒപ്റ്റിസിഫോളിയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അതേപോലെ നമുക്ക് വളരെ വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഗ്രോത്ത് തരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു ബേബി റബ്ബർ പ്ലാന്റ്. അപ്പോൾ ഇതിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ല ഡാർക്ക് ഗ്രീനോട് കൂടിയിട്ട് ഗ്ലോസി ആയിട്ടുള്ള ലീഡ്സ് ആണ് ഇതിനുള്ളത്. ഈ ഒരു പ്ലാന്റ് വളരെ വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇതിനെ വെക്കരുത്. ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് നമുക്ക് ഈ പ്ലാന്റ് വളർത്താൻ വേണ്ടിയിട്ട് പറ്റും. ഔട്ട്ഡോർ ആയിട്ട് വളർത്തുമ്പോൾ നമ്മൾ ഒട്ടും സൺലൈറ്റ് വരാത്തൊരു ഏരിയയിൽ വേണം ഇതിനെ വളർത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണെങ്കിലും ഇപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് വരുന്ന ഏരിയയിൽ നമ്മൾ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വയ്ക്കുമ്പോൾ നല്ല വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ ഒരു ബേബി റബ്ബർ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം വരുന്നതായിട്ട് കണ്ടിട്ടില്ല. നോർമലി നമ്മൾ ഈ ഒരു പ്ലാന്റ് 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ അധികം ചൂടുള്ള ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോയിൽ ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മളത് നനച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു പ്ലാന്റിൽ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യാണ്ടും നമുക്ക് വളർത്താം. അപ്പോൾ ഫെർട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പ്ലാന്റ് നല്ല ലഷായിട്ട് വളരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ലഷ് ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഇത് ഞാൻ ഒരു 9 മാസം മുന്നാണ് ഈ ഒരു പ്ലാന്റ് നട്ടിരിക്കുന്നത്. അപ്പോൾ നടുന്ന സമയത്ത് ഞാനതിൽ മണ്ണും കൊക്കോപീറ്റും കമ്പോസ്റ്റും കൂടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഞാനതിൽ ഒറ്റ ഫെർട്ടിലൈസറും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രോത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ശരിക്കും നല്ല ഫെർട്ടിലൈസ് ചെയ്ത് വളർത്തുന്ന ഒരു പ്ലാന്റും കൂടിയും കാണിച്ചു തരാം. ഈ ഒരു പ്ലാന്റ് ഞാൻ മാസത്തിൽ 2 തവണ ഫെർട്ടിലൈസ് ചെയ്ത് വളർത്തുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വളർത്താന്നുണ്ടെങ്കിൽ, നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് വളർത്താന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ലഷായിട്ടുള്ള ഗ്രോത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് 2 പ്ലാന്റിൻ്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാനായിട്ട് നമുക്ക് ഇതിനൂടെ പറ്റും. പക്ഷെ നമ്മൾ കുറച്ചും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ലഷായിട്ട് നല്ല ഭംഗിയിൽ വളരാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഈ പ്ലാന്റ് നമ്മൾ വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ വേണം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ എൻ്റെ ലീവ്സിന് ഒരു ഡാർക്ക് ഗ്രീൻ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീവ്സ് എല്ലാം ഇങ്ങനെ മഞ്ഞ കളറായിട്ട് വരുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു ബേബി റബ്ബർ പ്ലാന്റ്. നമ്മളതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെം എടുക്കുക. ആ സ്റ്റെമ്മ് ജസ്റ്റ് നമ്മൾ മണ്ണിൽ നമ്മൾ കുഴിച്ചിടാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റെമ്മിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ലീഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.